ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ 7 CBSE നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ വർഷം കിട്ടിയതല്ലേ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, കൃത്യമായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മളുടെ ഈ 7th CBSE ഈ ചാനലിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ലാർജ് നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. വലിയ വലിയ നമ്പേഴ്സിനെ റീഡ് ചെയ്യാനും അതെങ്ങനെ അതിന് നമ്പർ നെയിം കൊടുക്കാമെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് തുടങ്ങുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ. ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഏതാണ് ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ? ഓഫ് കോഴ്സ് 9, 9 അല്ലേ. 1 2 3 4 5 6 7 8 9 ആണ് ദ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ. അതെന്തുകൊണ്ടാ? കാരണം 9 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. 10 എന്ന് പറയുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ. റെഡി? അപ്പോൾ 9ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ അത് 10 ആയിട്ട് മാറുന്നു. അതായത് അടുത്ത നമ്പർ വരുന്നു. അടുത്ത നമ്പർ ആരാണ്? 10 ആണ്. 10 എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 10 ഈസ് ദ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. കാരണം 10ന് താഴെ വേറെ ആരെങ്കിലും ഉണ്ടോടാ? ഇല്ല. 10 ആണ് the first 2 digit number and that is the smallest 2 digit number. Fine, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ആൾ ആരാണ്? the largest 2 digit number. നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് എത്തുമ്പോൾ 90 കഴിഞ്ഞാൽ 91, 92 അങ്ങനെ പോയി 99 എത്തും. 99 കഴിഞ്ഞാൽ പിന്നെ ആരാണ്? 100 ആണ്. സോ 99 ആണ് ഏറ്റവും അവസാനത്തെ 2 digit number. So it is the last and this is the largest 2 digit number. ഏറ്റവും വലിയ 2 digit നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? 99 ആണെന്ന് പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ദിസ് ഇസ് സോ സിമ്പിൾ മിസ്സേ. യെസ് ഡാ. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. 100 എന്ന് പറയുന്നത് the smallest 3 digit നമ്പർ. നമ്മൾ വിചാരിക്കും 100 എന്ന് പറയുമ്പോൾ വലുതല്ലേ? അല്ലടാ, അത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ ആണ്. ഏറ്റവും കുഞ്ഞതായിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ. കാരണം അതിനു മുമ്പ് വേറെ ആരും ഇല്ല. അതിനു മുമ്പുള്ളത് 99 ആണ്. അതൊരു 3 ഡിജിറ്റ് അല്ല, ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ 100 ഈസ് ദ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ഇനിയുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ? 999. ഓക്കെ, സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1000. Correct? പിന്നെ the largest 4 digit number 9999 and the smallest 5 digit number that is 10,000. Correct? സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് ഇത് വളരെ വളരെ സിമ്പിൾ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 5 digit number? ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ആ സമയം തരാം ആലോചിക്കാൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ് എന്തിനാണ് സമയം? ഞങ്ങൾക്ക് അറിയാം അല്ലേ. ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 9999. 5 9s അല്ലേ. 1 2 3 4 5. ഇതെങ്ങനെയാ വായിക്കുക? എന്ത് സിമ്പിളാ അല്ലേ. 99,999. 99,999. ദിസ് ഈസ് ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ദ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കും? സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 എന്ന് എഴുതുന്നു. 1 2 3 4 5 6. 6 ഡിജിറ്റുകൾ വേണം. 6 ഡിജിറ്റ് ഉള്ള സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഇസ് ദിസ്. വാട്ട് ഇസ് ദിസ് അല്ലേ? നമുക്കറിയാം 10 കഴിഞ്ഞാൽ 100 ആണ്. 100 കഴിഞ്ഞാൽ 1000 ആണ്. 1000 കഴിഞ്ഞാൽ 10,000 ആണ്. 10,000 കഴിഞ്ഞാൽ പിന്നെ ആരാണ് അല്ലേ? വൺസ് 1 10 100 1000 10,000. 1 10 100 1000 10,000. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? ആൻഡ് അതാണ് നമ്മുടെ സ്വന്തം ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 6
ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആണ് ലാക്സ് എന്ന് പറയുന്നത്. 6 ഡിജിറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ലാക്സ് എന്ന് പറയുന്നത്. ലക്ഷങ്ങൾ. ഓക്കെ, ലാക്ക് എന്ന് പറയുന്ന ഒരു 6 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ 6 ഡിജിറ്റ് നമ്പറിന് നമുക്ക് എന്ത് പറയാം? ലാക്ക് എന്ന് പറയാം. ഓക്കെ, ഇത് മറന്നു പോകരുത്. 6 ഡിജിറ്റ് നമ്പർ. അങ്ങനെ നമ്മൾ എന്ത് മേടിച്ചു? ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ കഴിഞ്ഞു, സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ? ലാർജസ്റ്റ് 6 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി 999. എത്ര 9 ഉണ്ടാവും? 6 ഡിജിറ്റ്സ് ഉണ്ടാവും അല്ലേ? 6 എണ്ണം. പെട്ട് ഇത് എങ്ങനെ വായിക്കും അല്ലേ? 9 ആണ് അല്ലേ? 6 9കളാണ് ഇവിടെ ഉള്ളത്. ഇത് എങ്ങനെ വായിക്കും? നമുക്ക് റീഡ് ചെയ്യണ്ടേ? നമ്പർ നെയിം കൊടുക്കണ്ടേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോമ യൂസ് ചെയ്യാം. കോമ. എങ്ങനെയാണ് ഈ കോമ നമ്മൾ റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? പറഞ്ഞുതരാം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് വൺസ്, ടെൻസ്, 100. വൺസ്, ടെൻസ്, 100 കഴിഞ്ഞിട്ട് ഒരു കോമ ഇടുക. ആദ്യത്തെ 3 ആള് കഴിഞ്ഞിട്ട് ഒരു കോമ. 1000, 10,000 കോമ. 1000, 10,000 കോമ. ഇനി ലാസ്റ്റ് ആരാണ്? ലാക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കണം. ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്, ഇത് 100 ആണ്, ഇത് 1000 ആണ്, ഇത് 10,000 ആണ്, അടുത്തത് ലാക്ക് ആണ്. ഇത് മറന്നു പോകരുത്. ഈ ഒരു ഓർഡർ മറന്നു പോകരുത്. വൺസ്, ടെൻസ്, 100 കോമ, 1000, 10,000 കോമ, ലാക്ക്, 10 ലാക്ക്. പിന്നൊക്കെ 2 ആണ്. ആദ്യത്തെ 3 ആള് കഴിഞ്ഞാൽ ഒരു കോമ, പിന്നത്തെ 2 ആള് കഴിഞ്ഞാൽ ഒരു കോമ, പിന്നത്തെ 2 ആള് കഴിഞ്ഞാൽ കോമ. അങ്ങനെയാണ് പോവുക. 3, 2, 2, 2 അങ്ങനെയാണ് പോവുക കോമ ഇടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഇത് എല്ലായിടത്തും ഇങ്ങനെയാണോ? അല്ല, ഇത് ഇന്ത്യൻ നമ്പർ സിസ്റ്റം ആണ്. നമ്മളിപ്പോ പറയുന്നത് ഇന്ത്യൻ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ റീഡ് ചെയ്യുന്നതാണ്. ഇന്റർനാഷണൽ നമ്പർ സിസ്റ്റം ഉണ്ട്. അത് മിസ് എന്ത് ചെയ്യാം? കഴിഞ്ഞ അടുത്തൊരു പാർട്ടിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ നമ്പർ വന്നാൽ എങ്ങനെ ഇന്ത്യൻ നമ്പർ സിസ്റ്റത്തിൽ റീഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 3 നമ്പർ കഴിഞ്ഞ് കോമ ഇടുക, പിന്നത്തെ 2 നമ്പർ കോമ, 2 നമ്പർ കോമ, അങ്ങനെ പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ്സേ കോമ ഇടാൻ പഠിച്ചു, ഇതെങ്ങനെ വായിക്കും? സിമ്പിൾ ഡാ. എത്ര ലാക്ക് ഉണ്ട് നോക്കി? എത്ര ലാക്ക്? 9 ലാക്ക്. എത്ര ലാക്കാണ്? 9 ലാക്ക്. ഓക്കെ, പിന്നെ ആരാണ്? 1000ഉം 10,000ഉം ആണ്. അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് 1000 ആക്കാം. എത്ര 1000? 99,000. 99,000. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. 999. 999 സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ഇതിന് എന്ത് ചെയ്യുന്നത്? നമ്പർ നെയിം കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു 6 ഡിജിറ്റ് നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങളോട് നമ്പർ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ നമ്പർ സിസ്റ്റത്തിൽ ആദ്യം കോമ പുട്ട് ചെയ്യണം. എങ്ങനെയാ കോമ ഇടേണ്ടത്? ആദ്യത്തെ 3 നമ്പർ കോമ, 2 നമ്പർ കോമ, 2 നമ്പർ കോമ, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഓരോന്നിന്റെ അടുത്തുള്ള വാല്യൂസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കുഞ്ഞു ചോദ്യം തരുവാന്നേ. നോക്കിക്കോ. 2, 3, 4, 6, 5, 2. ഓക്കെ, ഇതൊരു 6 ഡിജിറ്റ് നമ്പർ ആണ്. നോക്കിയേ, 6 ഡിജിറ്റ് ഇല്ലേന്ന്? 1, 2, 3, 4, 5, 6. ഓക്കെ, ഇതൊരു 6 അക്ക സംഖ്യ എന്ന് നമ്മൾ പറയും. 6 ഡിജിറ്റ് നമ്പർ. ഇതൊരു നമ്പർ നെയിം കൊടുക്കണം. ഇതൊന്ന് റീഡ് ചെയ്യണം. എങ്ങനെയാ നമ്മൾ റീഡ് ചെയ്യുക? സിമ്പിൾ ആണ്. ആദ്യത്തെ 3 നമ്പർ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമ ഇടണം. ആദ്യത്തെ 3 നമ്പർ കഴിഞ്ഞ് കോമ ഇടുക, പിന്നത്തെ 2 നമ്പർ കഴിഞ്ഞ് കോമ ഇടുക. കഴിഞ്ഞു, പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഇത് വൺസ് ആണ്, ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ്, റൈറ്റ്? ഇത് 1000, ഇത് 10,000, ഇത് ലാക്ക്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 ലാക്ക്. പറഞ്ഞു നോക്കണം, എന്റെ കൂടെ പറഞ്ഞു നോക്കണം. 2,34,000 ഒരുമിച്ച് പറയുമ്പോൾ 34,652 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാനൊരു കുഞ്ഞു വർക്ക് മിസ് ഇവിടെ തരാം. ആലോചിച്ചോക്കട്ടെ. 5, 5, 6, 3, 2, 4. ഇതൊരു 6 ഡിജിറ്റ് നമ്പർ ആണ്.
ഇതെങ്ങനെ റീഡ് ചെയ്യും, ഇതിന്റെ നമ്പർ നെയിം എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കമന്റ് ആയിട്ട് താഴെ പറയണം. ഓക്കെ, ഇത് റീഡ് ചെയ്യുക എങ്ങനെയാണ്, ഇതിന്റെ നമ്പർ നെയിം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ എന്നുകൂടി നിങ്ങൾ 6 ഡിജിറ്റ് അല്ല 7 ഡിജിറ്റ്. ഓക്കെ, 6 ഡിജിറ്റ് അല്ല 7 ഡിജിറ്റ്. നമുക്കറിയാം 6 ഡിജിറ്റ് എത്രയാണെന്നറിയാം, 7 ഡിജിറ്റ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ആയിട്ട് താഴെ പറയണം. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങളാണ്. ഈ കാണിച്ചിരിക്കുന്ന നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ നമ്പർ നെയിമും പറയണം, അതേപോലെ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ എത്രയാന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, താഴത്ത് കമന്റ് ആയിട്ട് പറയണം. ഓക്കെ, അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യൻ നമ്പർ സിസ്റ്റവും ഇന്റർനാഷണൽ നമ്പർ സിസ്റ്റവും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.